നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടാ ഇതാ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടേക്കോ ഒരാളുടെ സ്റ്റെപ്പിൽ നിൽക്ക്, എന്നിട്ട് അടുത്താള് സ്റ്റെപ്പ് പൊട്ടെ 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 വണ്ടിട് വണ്ടിട് വണ്ടിട്. അമ്മ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കണേ. അപ്പൊ നമ്മളിതാ ഈ സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ആ ഏതപ്പോ കുഴപ്പമില്ല, ഞാൻ അമ്മ കൊണ്ടുവരണോ? വേണ്ടല്ലേ. അയ്യോ ലിക്കും കാണണേ. ദേവൂട്ടന് കളിക്കാനുള്ള കുറെ സാധനങ്ങൾ പൊക്കിക്കോളൂ. അയ്യോ രസം. അപ്പൊ ഇതിവിടെ ഇവിടുന്ന് ആക്കണ്ടേന്നില്ല, അവിടേക്ക് വെച്ചാൽ മതി. ഇതെങ്ങനെ കൊണ്ടുപോകാൻ അങ്ങോട്ട്? അപ്പൊ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ നമ്മൾ ഇന്നലെ കാണിച്ചതാട്ടോ. അതിന്റെ പൈപ്പ് നമ്മളത് പഴയത് മാനവരുടെ അടയ്ക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാഷിംഗ് മെഷീൻ്റെ ഇതുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതന്നെ കൊടുക്കാൻ പറ്റുമോ നോക്കുകയാണ്. കറക്റ്റാ കൂടെ ഉണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് മതി. പ്രത്യേകിച്ച് മാറ്റം വരണമെന്നില്ല. ഇല്ലല്ലോ. വാഷിംഗ് മെഷീൻ കിടക്കുന്ന പോലെ ടിങ് ടിങ്. പവർ ഓക്കെ. ഈ വാഷിംഗ് മെഷീന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ആ ബക്കറ്റിൽ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ അപ്പൊ അതും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ. അതാ വരുന്നത്. വാഷിംഗ് മെഷീൻ വാങ്ങിട്ട് തിരുമ്പുള്ള നാള് കഴിഞ്ഞോ? ഇനിയുണ്ടോ? കൈ വേദന കൊണ്ട് വാഷ് ചെയ്യാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണതന്നെ. ഇപ്പോൾ ഇടത്തെ കൈയോ വലത്തെ കൈയോ ഒക്കെ പാടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? ചക്കപ്പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ ചക്ക കൂട്ടുണ്ടാക്കൂലേ, അത് ബാക്കിയുള്ളത് മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കുഴഞ്ഞു. മിക്സിയിൽ നമുക്ക് അടുത്ത പണി മെഷീന് കുഴങ്ങൂല. മെഷീൻ വഴി കൊടുക്കാം. ഓക്കെ. അപ്പോൾ 1 വർഷത്തിന് ശേഷം ഞാനിതാ വാഷിംഗ് മെഷീൻ തുറന്നു. ഇപ്പോഴും നമുക്ക് വാഷിംഗ് മെഷീൻ ആവശ്യമൊന്നുമില്ല, പക്ഷെ കൈ വേദന ആയിട്ടാണ് കേട്ടോ. എൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല ഞാൻ ഇപ്പോൾ 1 വർഷമായിട്ട് ഉപയോഗിക്കില്ലല്ലോ. ഇല്ല ഉപയോഗിക്കില്ല. ആ 1 വർഷം ഞാൻ കേൾക്കലുണ്ടേ. ആവശ്യമായിട്ട് വയ്യ തിരുമാക്കി വയ്യ ഞങ്ങൾ നിങ്ങൾക്ക് തിരുമ്പി കൂടെ പറഞ്ഞിട്ട് ഉണ്ട്. എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേ ഒട്ടം വരെ സംഭവിച്ചു. നമ്മൾ വാങ്ങി 8 kg കേട്ടോ. 8 kg. ഇത് 7 ആവും. അത് 6 ഉള്ളൂ അല്ലേ? അപ്പോൾ 1.5 കൂടി നമ്മൾ മെഷീനിലൊക്കെ ഇട്ടു. ഡിറ്റർജന്റ് പറഞ്ഞു. ഇതിന് ഡിറ്റർജന്റ് കൊഴിക്കാൻ ഇതുണ്ട് കേട്ടോ സെപ്പറേറ്റ്. ഇതിന് അതുണ്ടായിരുന്നില്ല. ഇനി വില കൂടുന്നതനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസുകൾ വേറെ ഉണ്ട്. അത് വേറെ കാര്യം. മാറിക്കോ. സ്വിച്ച് ഓൺ കർമ്മ ഞാൻ ചെയ്യട്ടെ. അത് സ്ലോ ആണ്. സ്ലോ ആണ്. സ്ലോയിൽ അടയണത്, അല്ലെങ്കിൽ ആ സ്ലോ ഫോളോയിങ് കംപ്ലൈന്റ് ആവും. ഞാൻ ചെയ്തോ. ഇങ്ങനെ ചെയ്തോ. ഇങ്ങനെ ചെയ്തൊക്കെ അറിയില്ല. നമുക്ക് വാഷ് റിൻസ് സ്പിന്ന്
ഇനിയിപ്പോൾ ഇതെങ്ങനെ ഓണാക്കാം? ഇതാണ് ഈ സുഖമായിരുന്നു. ആ കുറച്ച് ഐറ്റംസുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ ചെയ്തുതരാം. നമ്മൾ ആദ്യം ഇതിപ്പോൾ ഓഫാണ്. അതിനുശേഷം അത് ഓൺ ചെയ്യാം. ഒറ്റ പ്രസ്. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണം. ഇപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പോൾ ഇതെല്ലാം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് പ്ലേ ആയി. ഇപ്പോൾ ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഒരു വെള്ളം ഇന്ന് ചാടുണ്ടോ? അപ്പോൾ ഇത് ഞാൻ 1 വർഷത്തിന് ശേഷം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പോകാൻ കേട്ടോ. നിൻ്റെ കയ്യിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കട്ടെ. 5 റെസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ഞാൻ അടവിലുള്ള പൈസ എങ്കിലും ഉണ്ടാക്കട്ടെ കേസ്.